ഇനി എനിക്ക് കല്യാണ സീസണാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും എൻ്റെ ചാനലിൽ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ. അപ്പം എൻ്റെ ചേട്ടൻ്റെയും പിന്നെ എൻ്റെ അനിയത്തിയുടെയും ഒക്കെ കല്യാണമാണ് കേട്ടോ. ഒരു മാസമായിട്ട് ഞാൻ സ്കിൻ കെയർ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പം അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പോരാത്തതിന് ഞാൻ വീട്ടിൽ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. പെഡിക്യൂറും ഫേഷ്യലും ഒക്കെ ഞാൻ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. എനിക്കങ്ങനെ പാർലറിൽ പോയിട്ട് ചെയ്തിട്ടൊന്നും അങ്ങനെ ശീലമില്ല കേട്ടോ. ഞാനങ്ങനെ ഫേഷ്യൽ അതൊന്നും ചെയ്യാറുമില്ല. അപ്പം ഞാൻ ആദ്യം തന്നെ പെഡിക്യൂറാണ് ചെയ്യണത്. അപ്പം അതിനായിട്ട് നന്നായിട്ട് തിളച്ച വെള്ളം, ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് ലൈറ്റ് ചൂട് കിട്ടണം, നമ്മൾ കാല് മുക്കാൻ പറ്റണത്. അതിൽ ഇത്തിരി ഡെറ്റോൾ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഷാമ്പുവും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഞാൻ കാല് ഒരു 10-15 മിനിറ്റ് ഒക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളം, തണുത്ത വെള്ളം ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ കാല് ഇറക്കി വയ്ക്കാൻ പറ്റുന്ന അത്ര ചൂടിൽ വേണം കേട്ടോ. പിന്നെ ഞാൻ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. കല്ലുപ്പ് ഇട്ടിട്ടാണ് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് തണുപ്പ് വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ട് കാല് കുറച്ച് നേരം അതിലിങ്ങനെ വെച്ചു കേട്ടോ. അപ്പം നേരത്തെ കാലിൻ്റെ കാണിച്ചത് ബിഫോർ ആണ് കേട്ടോ, ബിഫോർ വീഡിയോ ആണ്. കാലൊന്ന് പെഡിക്യൂറൊക്കെ ചെയ്യണതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളുടെ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണല്ലേ കല്യാണം, എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ എടുക്കുമ്പോഴേക്കും മുഖത്ത് മൊത്തം കുരുക്കൾ വരിക, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഓരോ ഇഷ്യൂസ് ഉണ്ടാവും. അല്ലെങ്കിലൊക്കെ നല്ല സ്കിന്നാവും. അപ്പം ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ എപ്പോഴും നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഫേസ് പാക്ക് അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ മുഖത്ത് പെട്ടെന്ന് ഇങ്ങനെ ഡാൻഡ്രഫൊക്കെ വന്നിട്ട് തലയിൽ ഡാൻഡ്രഫൊക്കെ വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മുഖത്തൊക്കെ ഇങ്ങനെ കുരുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ പാടുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും ഓരോരോ ഫേസ് പാക്കൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഒരു 7 days ചാലഞ്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാല് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ നെയിൽ കട്ടർ യൂസ് ചെയ്തിട്ട് നഖമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നെയിൽ പോളിഷ് കളയണമെന്നില്ല, ഇതന്നെ ഇടണ, അതുകൊണ്ട് പിന്നെ കളയണമെന്നില്ല കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് നഖമൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്ത് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നെയിൽസൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാലിലിടുന്ന ഒരു തരം ഒരു മാസ്ക് പോലത്തെ ഒരു ഐറ്റം ഉണ്ടല്ലോ. അപ്പോൾ ഫേമസ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. കാലത്തെ ഇങ്ങനെ പീൽ ഓഫായിട്ട് പോകുന്ന പറയണ അതിലത്തെ തൊലികളൊക്കെ. അപ്പം അങ്ങനത്തെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ പെട്ടെന്നായതുകൊണ്ട് അത് ഓർമ്മയുണ്ടായിരുന്നില്ല. പിന്നെ അത് ചെയ്യുമ്പോൾ എന്തായാലും 10 ദിവസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ മാസ്കൊക്കെ ചെയ്തത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ ചിലർക്കൊക്കെ അത് നല്ലതാണെന്നും പറയുന്നുണ്ട്, ചിലർക്കൊക്കെ ഡിസഡ്വാൻറ്റേജസും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട്, നല്ലതാണോ ചെയ്തതാണോ എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കാലിൻ്റെ ഒക്കെ ഒരു ക്ലീനിങ്. പിന്നെ അതിന് ശേഷം ഫൈനൽ റിസൾട്ട് ഇങ്ങനെ. ശേഷം ഞാൻ റിമൂവർ യൂസ് ചെയ്തിട്ട് എല്ലാം നെയിൽ പോളിഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നഖത്ത് ഇങ്ങനെ മൈലാഞ്ചി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കളറാണ് കേട്ടോ അതങ്ങനെ. അപ്പോൾ സ്റ്റുഡിയോന്ന് മേടിച്ചൊരു നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ്. കുറച്ചൊക്കെ ഒരു വൃത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് വേണ്ടത് ഇനി ഫുൾ ബോഡിയിൽ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക എന്നാണ്. അപ്പോൾ ആദ്യം പെഡിക്യൂർ കഴിഞ്ഞു, ഇനി ഫുൾ ബോഡിയിൽ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കടലമാവാണ്. അപ്പോൾ അതും പാലും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുതന്നെയാണ് ഞാൻ കാലിലും ഒക്കെ ഇട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് കാലിൽ വേറെ പാക്കൊന്നും ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇത് ഈ മിക്സ് ഉണ്ടാക്കുന്നത് ഫുൾ ബോഡിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കാലിൽ പിന്നെ പ്രത്യേകിച്ച് വേറെ പാക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് തന്നെ ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. പിന്നെ കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് തന്നെയാണ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ പാലിൽ എല്ലാം മിക്സ് ചെയ്തിട്ട് വേണമായിരുന്നു ഇതിൽ ഒന്ന് ഗ്യാസ് ഓൺ ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ ആദ്യം തന്നെ ഗ്യാസൊക്കെ ഓൺ ചെയ്തതിന് ശേഷമാണ് ഈ മിക്സൊക്കെ ഇട്ടത് കേട്ടോ. എന്നിട്ട് അത് നമുക്ക് മുഖത്തും എല്ലാ ഫുൾ ബോഡിയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കയ്യിലും എല്ലാവിടെയും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര നല്ലൊരു റിസൾട്ട് തന്നെയായിരുന്നു കേട്ടോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അതുകൊണ്ട് എന്തായാലും നല്ലൊരു റിസൾട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല സോഫ്റ്റായ പോലെയൊക്കെ തോന്നി. പിന്നെ കുറച്ചും കൂടി ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ തോന്നിയിട്ട് നമ്മളിപ്പോൾ എന്തായാലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ 2 ദിവസം മുമ്പൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ.
പിരികം കണ്ടോ, ഇവിടെ ഒന്നും അത്രയ്ക്ക് വളരില്ല. അതുകൊണ്ട് ഞാൻ ഇതേവരെ ത്രെഡ് ചെയ്തിട്ടില്ല കേട്ടോ. ആകെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ്റെ ടൈമിൽ മാത്രമേ ഞാൻ ഒരു പ്രാവശ്യം ത്രെഡ് ചെയ്തിട്ടുള്ളൂ. ഇതുവരെ ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്നാലും കുറച്ചൊന്ന് ഷേപ്പ് ആക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഷേപ്പ് ആക്കണതെന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇവിടെ മാത്രം കുറച്ചൊരു മുടി ഉണ്ടെങ്കിൽ ഉണ്ടായി, അല്ലാണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാ ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉണ്ട്. ഞാനിതൊരു പ്രാവശ്യം ഐബ്രോ പെൻസിൽ പിടിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു ബ്രഷാണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഐബ്രോ പെൻസിൽ തീർന്നപ്പോൾ ഞാൻ വേറെ ഒന്നിൽ വെച്ച് ഫിക്സ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്രഷാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മോളിക്കൊക്കെ ആക്കി ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ എങ്ങനെ ഞാൻ ഐബ്രോസ് എഴുതുക എന്ന് കൂടിയും കാണിച്ചു തരാം. ആദ്യം ഒന്ന് മോളിക്കൊക്കെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കുന്നുണ്ട്, ഒന്ന് നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു ബ്രഷാണ്. നന്നായിട്ടൊന്ന് ത്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഇവിടെ ഒന്നും എനിക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ മാത്രം ഒന്ന് ചെറിയൊരു കത്രിക വെച്ചിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെയ്യുമ്പോൾ തലേ ദിവസം എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസം ചെയ്യരുത്, ചിലപ്പോൾ അങ്ങനെ കൊളായാലോ. അപ്പോൾ അതുകൊണ്ട് മുമ്പേ ചെയ്യണം കേട്ടോ. ഇനി ഈ സൈഡും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഈ ഭാഗം മാത്രം മുകളിക്കാക്കുക. എന്നിട്ട് ഞാൻ ഇതും ഒന്നിങ്ങനെ കട്ട് ചെയ്യും. ഇത് വീട്ടിൽ ഫസ്റ്റ് ടൈം ചെയ്യണവർ ആദ്യം വല്ല ഫംഗ്ഷനും ഉണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസം ചെയ്യരുത് കേട്ടോ. കാരണം എങ്ങാനും കൊളായി പോയാൽ അപ്പം മുമ്പേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളതാണ് കേട്ടോ. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കും. അപ്പം അതുകൊണ്ട് മുമ്പേ തലേ ദിവസം തന്നെ ചെയ്യരുത്. അപ്പം മുമ്പേ ഒന്ന് ചെയ്തിട്ട് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുക കേട്ടോ, നിങ്ങൾക്ക് ശരിയാവുണ്ടോ എന്നൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴേക്കും നമ്മളുടെ സ്കിന്നിൽ നല്ല മാറ്റം ഉണ്ടാവും, കുരുക്കൾ അങ്ങനെയൊക്കെ വരുന്ന അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. എൻ്റെ നെറ്റിയിലൊക്കെ കുറച്ചിങ്ങനെ കുരുക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം അതൊക്കെ ടോട്ടലി പോയി കേട്ടോ, അതിൻ്റെ പാടുകളും ഒക്കെ പോയി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫേസ് പാക്കുകളുടെ ഒക്കെ സ്കിൻ ബ്രൈറ്റനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ അതൊക്കെ പോയി കേട്ടോ, ഭയങ്കര മാറ്റമുണ്ട് ഇപ്പോൾ. അപ്പോൾ രണ്ട് സൈഡും ഞാനൊന്ന് ത്രെഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ എന്തോ ഒരു ഇവിടെ മിസ് മാച്ച് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് കണ്ണാടിയിൽ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ശരിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്തോ എനിക്ക് തോന്നുന്നു കുരുവുള്ളത് എന്തോ ആണ്, അതാണ് ഇങ്ങനെ തോന്നുന്നത്. പക്ഷേ എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ ശരിയായിട്ട് തോന്നുന്നുണ്ട്. കണ്ണാടി നോക്കിയിട്ടാണ് ഞാൻ ചെയ്യണത്. പിന്നെ അതിന് ശേഷം ഇനി ഞാൻ എങ്ങനെ ഐബ്രോസ് എഴുതുക എന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു സാധാ ഒരു ഐബ്രോ ആണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ തിക്ക് തുടങ്ങുന്നുണ്ടല്ലോ കണ്ണിൻ്റെ, ആ ഭാഗത്ത് ഒരു ചെറുതായിട്ടൊരു ഡോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ഐബ്രോ പെൻ ഈ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇവിടെ തൊട്ടിട്ടേ ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ തൊട്ടിട്ടേ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതാ ഇപ്പോൾ നല്ല ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ സംഭവം വെച്ചിട്ട് ഇങ്ങനെ മോളിക്കൊക്കെ ആക്കുമ്പോൾ നല്ല ഫില്ലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ ബ്രൈറ്റ്നെസ് കൂടിയിട്ടാണോ എന്താണെന്ന് അറിയില്ല എനിക്ക്. ഇത് ഫോണിൽ കാണുമ്പോൾ എനിക്ക് കുറച്ച് ശരിയാവണില്ല, ഇവിടെയൊക്കെ അൺഈവനായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് കണ്ണാടിയിൽ കാണുമ്പോൾ ശരിക്കുമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇനി ഈ സൈഡും കൂടി ചെയ്യാം. ഒരു ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതെന്താ ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ വല്ലാണ്ട് ഡാർക്കായ ഒരു ബോറ് പോലെ തോന്നില്ലേ, അതുകൊണ്ടാണ് ബോറായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒന്നും ഞാൻ ചെയ്യാത്തത്. ഇവിടെ പിന്നെ നമുക്കൊന്ന് ഇങ്ങനെ എഴുതി കൊടുക്കാം, ലൈറ്റായിട്ടൊന്ന് ഇവിടേക്കൊക്കെ അങ്ങോട്ട് ഒന്ന് എഴുതി കൊടുക്കാം കേട്ടോ. ഇവിടേക്കൊക്കെ നന്നായിട്ടൊന്ന് എഴുതി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അടിയിലൊരു ചെറുതായിട്ടൊരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഷേപ്പ് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറുതായിട്ടൊരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം ആവാണ്ട് ശ്രദ്ധിക്കണം. നല്ല പിൻ പോയിൻ്റ് ആയിട്ടുള്ള ഐബ്രോ പെൻസിൽ എടുക്കണം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ എന്തോ പൊട്ടിപ്പോയി, മോൻ കളിച്ചിട്ട് അത് പൊട്ടിപ്പോയി.
ഇനി നന്നായിട്ടൊന്ന് മോളിക്കൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സൈഡും നന്നായിട്ട് മോളിക്ക് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ദൂരത്ത് കാണുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ ഇതിൽ അടുത്തുനിന്ന് കാണുമ്പോൾ എന്തോ പോലെ ഉണ്ട്. പക്ഷെ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ കുഴപ്പമില്ല. അപ്പം അതാണ് ഇത് ഞാൻ മോസ്റ്റ്ലി രാത്രിയാണ് കേട്ടോ എഴുതാറ്. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസം എഴുതിയിട്ട് കിടക്കും. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും ഒക്കെ ഒന്ന് ഈ ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേ ദിവസം ചെയ്യാറുണ്ട്. അങ്ങനെയാണ് കേട്ടോ. അത്ര സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. എനിക്ക് അങ്ങനെ കണ്ടാവും ഇവിടെ ഒന്നുമില്ല, ത്രെഡ് ചെയ്യാൻ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ആ പണിക്കൊന്നും ഇറങ്ങാറില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാറില്ല. പേടിയും വേദനയൊക്കെയാണ്, അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാറില്ല. അപ്പം അത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള പണിയാണ്. അപ്പം എന്നെ പോലെ ത്രെഡ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ച് രോമൊക്കെ ഉള്ളിച്ചാൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്തത് നിങ്ങൾക്ക് എത്ര യൂസ്ഫുൾ ആവും അറിയില്ല, എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം, എൻ്റെ പ്രാന്ത്, അത് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. എത്ര പേർക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഒരു അഡിക്ഷനാണ്. അയ്യോ, അത് ഭയങ്കര ചെറുതായി പോയല്ലോ. എൻ്റെ കൈ ഇതിൽ കൊള്ളു പോലും ഇല്ല. ഞാനിത് മീഷോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന റീയൂസബിൾ മെഹന്തി സ്റ്റെൻസിൽ ആണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ്, കാരണം എനിക്ക് മൈലാഞ്ചിയൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്തായാലും എനിക്ക് യൂസ്ഫുള്ളാവും എന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത്. അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ, വലിയ സൈസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മെഹന്തിയൊക്കെ ഇടാൻ ഇഷ്ടമാണ്, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ഇടണ്ടേ, അപ്പോൾ അതിന് ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. 1 2 3 3 വൈറ്റാണ്, 4 അങ്ങനെ 4 എണ്ണം ഉണ്ട്. അപ്പം എന്താവും എന്നറിയില്ല, ഞാൻ എന്തായാലും ഇട്ട് നോക്കട്ടെ കേട്ടോ. എനിക്ക് തോന്നുന്നത് റീയൂസബിൾ ആണ് തോന്നുന്നത്. ഇത് ഈ വൈറ്റ് ഉള്ളത് റീയൂസബിളാണ് തോന്നുന്നു. എല്ലാം സെയിം ഡിസൈൻ തന്നെയാണ്. എന്തെങ്ങനെ സഞ്ചരിക്കുന്നത്, പക്ഷെ എൻ്റെ കൈക്ക് ഭയങ്കര ചെറുതായിപ്പോയി. ഇത് പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റെൻസിൽ ഞാൻ മേടിച്ചിട്ട് കുറച്ചായി, പക്ഷെ ഞാൻ അൺബോക്സ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. എന്തായാലും മാരേജിൻ്റെ തലേ ദിവസം നോക്കാം, അപ്പം ഇടുള്ളൂ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ മാറ്റി വെച്ചു. ഇനി എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യാൻ സമയമില്ല. പക്ഷെ എനിക്കത് മിസ്റ്റേക്ക് പറ്റിയതായിരുന്നു. ശരിക്കും ഞാനത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടണം. അതിന് മുമ്പേ ഞാൻ വിചാരിച്ച് ഇത് ചെറുതാണ് എന്നൊക്കെ വിചാരിച്ച്, ശരിക്കും അതെനിക്ക് പാകമായിരുന്നു കേട്ടോ. നമ്മളത് കട്ട് ചെയ്തിട്ടാണ് പീസാക്കിയിട്ട് ഓരോ ഫിംഗേഴ്സിലൊക്കെ ഒട്ടിച്ച് അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. ചെറിയ ചെറിയ പീസാക്കാൻ പോകാം ഓരോ വിരലിക്കുള്ളത്. ശരിക്കും ഇതെല്ലാം ഞാൻ ഓർഡർ ചെയ്തത്, ഇതെല്ലാം ഞാൻ ഓർഡർ ചെയ്തത് എന്തോ മാറി വന്നതാണ്. ഇനിയിപ്പോൾ ലാസ്റ്റ് ടൈം ഇനി റിട്ടേൺ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇതങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാം. എല്ലാവർക്കും ഒരേ ഇതിടാം, വലിയവർക്കും ചെറിയ കുട്ടികൾക്കൊക്കെ ഒരേ ഇതിടാം, കാരണം അത്ര എല്ലാ സൈസിൻ്റെയും വന്നിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ഞാൻ ശരിക്കും ഓർഡർ ചെയ്തത് മാറിപ്പോയി, ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. എനിക്കിത് പ്രാന്താണ്, മൈലാഞ്ചി ഇടാണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല.
അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ റിട്ടേൺ ചെയ്യുന്നില്ല. ഒന്നാമതിപ്പോൾ സമയമില്ല റിട്ടേൺ ചെയ്യാൻ. അതീവ സാഹസികമായിട്ട് ഞാൻ പണികൾ ചെയ്യണം കേട്ടോ. അതീവ സാഹസികമായി ഈ നടുവത്തെയും കൂടി ഒട്ടിക്കാം. ഈ കയ്യിൽ ഞാൻ എങ്ങനെ ഇടും എന്നാണ് ആലോചിക്കുന്നത്. എന്തായാലും ഇതിനി ഞാൻ ബിഗ് ബി ആണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. എൻ്റെ കയ്യിലൊന്നും ചുവക്കില്ല. അപ്പോൾ ബിഗ് ബി വെച്ചിട്ട് എല്ലാം കളർ കൊടുക്കണം. വിരലത്തെ ഞാൻ ഇതൊക്കെ എടുത്തോട്ട് വന്നിട്ട് ഒരു തൊപ്പട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഇതാ ഈ ഡിസൈനാണ് കേട്ടോ വെച്ചിരിക്കുന്ന ഒരു റൗണ്ട് തൊപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്തു, കുഴപ്പമില്ല കണ്ടോ. അത്രയ്ക്ക് ഇതൊന്നും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഇനി ഇവിടെയും കൂടി എടുക്കാണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി റീയൂസബിൾ ആണോ എന്ന് അറിയില്ല. ഞാൻ അതെന്തായാലും ഒന്ന് തുടച്ച് കൊടുക്കണം. ഇപ്പോൾ ഒരു കോട്ടൺ വെച്ചിട്ട് തുളച്ചപ്പോൾ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് റീയൂസ് ചെയ്യാം. അതിൻ്റെ ഇവിടെ ഒന്നും ചുക്കക്കേ ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ ഇവിടെയൊക്കെ ബിഗ് ബി ഇട്ടിക്കണത്. പിന്നെ എനിക്ക് ഇങ്ങനെ ക്യാപ്പ് ഇടാൻ അതിടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്തു. പിന്നെ ബാക്കിലൊന്നും നോക്കുക ശരിയായേ ഇല്ല കേട്ടോ. അങ്ങനെ അത്ര ശരിയൊന്നും ആവില്ല. പക്ഷെ നമുക്കിങ്ങനെ എനിക്കിങ്ങനെ ഇതിനോട് ഭയങ്കര ക്രേസ് ആയതുകൊണ്ട് എനിക്ക് ആരും ഇട്ട് തരാനൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തതാണ് കേട്ടോ. സമയം 10 മണിയായി. അപ്പം ഞാൻ ഈ കയ്യിലും കൂടി ഇടാൻ വേണ്ടി നിൽക്കുക കേട്ടോ. എന്തായാലും എനിക്ക് ഉറക്കം വരില്ല, കാരണം കല്യാണമൊക്കെ അടുത്തല്ലോ. അപ്പം അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന രാത്രിയൊക്കെ ഇരുന്നിട്ട് മൈലാഞ്ചി ഇടാമെന്ന് കേട്ടോ. അപ്പം ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് തലേ ദിവസമാണ് കേട്ടോ കല്യാണത്തിൻ്റെ. അപ്പം കയ്യിലും എല്ലാവിടെയും 2 കയ്യിലും ഒക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ എനിക്കതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്, കാരണം എനിക്ക് മൈലാഞ്ചി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരുക്കങ്ങൾ. പിന്നെ ഇതായിരുന്നു എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് ഞാൻ ഇട്ടുണ്ടായിരുന്നത് കേട്ടോ സാരി. പിന്നെ മാലയൊക്കെ മീഷോന്ന് മേടിച്ചതാണ്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലൗസൊക്കെ ഞാൻ തന്നെ ഒന്ന് ഓൾട്ടർ ചെയ്തിട്ട് കൂടി ട്രെൻഡി ആക്കിയതാണ് കേട്ടോ. പിന്നെ എൻ്റെ ചേട്ടൻ്റെ റിസപ്ഷനിന് ഇട്ടുണ്ടായിരുന്നത് ഞാൻ ഈ ഡ്രസ്സായിരുന്നു, ഒരു നെറ്റിൻ്റെ സാരി ആയിരുന്നു കേട്ടോ. മാച്ചിങ് ആയിട്ടുള്ള വളയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കമ്മൽ ഒരു വൈറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ബോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ സെയിം മെറ്റീരിയൽ വെച്ചിട്ട്. പിന്നെ മാല ഇട്ടുണ്ടായിരുന്നില്ല, സാധാ ഒരു ചെയിൻ ഇട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ലോങ് ഇയറിങ്സ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കല്യാണത്തിന് ഞാൻ ഈ ഒരു ചുരിദാറാണ് ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ പോയിട്ട് എൻ്റെ കുറച്ചായി കഴിഞ്ഞിട്ട് അപ്പോൾ ഒക്കെ ഡിലീറ്റായി. അപ്പോൾ കല്യാണത്തിനിട്ടുണ്ടായിരുന്ന ബ്ലൗസൊക്കെ ഞാൻ ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഒരു മേക്ക് ഓവറൊക്കെ ചെയ്തതാണ്, ഓൾട്ടർ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതായിരുന്നു ബ്ലൗസിൻ്റെ ലുക്ക്. പിന്നെ തലേദിവസം ഫംഗ്ഷന് ഞാൻ ഈ ഒരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം ഗ്ലോ ഒക്കെ ഉണ്ടായത് സ്കിൻ കെയർ ഒക്കെ ചെയ്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും എന്തായാലും ഈ പാക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.